സ്പൈഡർമാൻ. നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് മലയാളം പറയാൻ കാരണമായത് മറ്റൊരു മലയാളിയാണ്. നീതു ശ്രീകുമാർ, ഡബ്ബിംഗ് ഡയറക്ടർ. സ്പൈഡർമാൻ എങ്ങനെയാണ് മലയാളം പറഞ്ഞത്? അന്നത്തെ ടോം ഹോളണ്ട് അല്ല ഇന്നത്തെ ടോം ഹോളണ്ട്. കുറച്ചുകൂടെ മെച്ചുവറാണ്. കുറേ വോയിസ് കണ്ട് ചെയ്തിട്ടാണ് രാഹുലിൻ്റെ വോയിസ് സെലക്ട് ചെയ്യുന്നത്. പ്രമുഖ ചാനലിൽ വരുന്ന പോലെ ട്രോൾ മെറ്റീരിയൽ ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. സീതാരാമം, KGF, പിന്നെ ലക്കി ഭാസ്കർ മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസം ഇപ്പം ഇവർ പറയുമല്ലോ. ഹാപ്പി ഡേയ്സ്, ഹാപ്പി, ഈ അല്ലു അർജുൻ പടങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ വളർന്ന്? അതിലെന്തായിരുന്നു കുഴപ്പം? ഇതല്ല പ്രശ്നം. ഇതിൻ്റെ ഇടയിൽ വന്ന് ആ ഒരു വൃത്തി കളഞ്ഞ് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. അതാണ് പ്രശ്നം. ഫേമസ് ആയിട്ടുള്ള 2-3 ആർട്ടിസ്റ്റുകളുണ്ട്. അവരെപ്പോഴും ഫേമസ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും. അവരൊന്നും ഇപ്പൊ ഡബ് ചെയ്യുന്നേ ഇല്ല. ബട്ട് അവരാണ് ഇപ്പോഴും ഫേമസ് ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ശരിക്കും അറിയപ്പെടേണ്ട ഒരുപാട് ആൾക്കാർ. നീ എന്തിനാ ഈ കസേരയിലിരിക്കുന്ന ഡബ്ബിങ് ഡയറക്ടറിന്റെ ചെയർ? നിനക്ക് എന്ത് യോഗ്യത ഉണ്ട്? ഞങ്ങളൊക്കെ ഇവിടെ എന്തിനായിരിക്കണം? പുള്ളിനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അതായത് ഇതൊരു പവിത്രമായ ചെയറാണ് എന്നൊക്കെ. ഞാൻ അവർക്ക് ഇത്ര പവിത്രമാണോ ഡബ്ബിങ് ഡയറക്ടർ? എനിക്ക് ഡബ്ബിങ് ഡയറക്ടറാണ്. അത് അത്ര പവിത്രമായ ചെയറാണെങ്കിൽ നമുക്ക് അറിയണമല്ലോ. അതത്ര വലിയ പണിയാണോ? വാശിയായി നമുക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഡബ് ചെയ്ത് വെക്കുന്നതിന്റെ ഇരട്ടിക്ക് ഡബ് ചെയ്യും. പുള്ളിക്കാരന്റെ 50% വോയിസ് ആണ്, ആ മോഡുലേഷൻ ആണ്. ഡബ്ബിംഗ് മേഖല താല്പര്യമുള്ള ഒരാള് എങ്ങനെയായിരിക്കും സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു സാറ് വന്നിരുന്ന് ബോർഡിൽ എഴുതി പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഡബ്ബിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇരുന്ന് കണ്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട സാധനം തന്നെയാണ് ഡബ്ബിംഗ്. എല്ലാവർക്കും സെല്ലുലോയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സെല്ലുലോയിൻ്റെ ഈ എപ്പിസോഡ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്പൈഡർമാൻ ദി ബ്രാൻഡ് ന്യൂ ഡേ ആണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ലോകത്തെവിടെയും പുതിയൊരു ചർച്ച. അപ്പം നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് മലയാളം പറയാൻ കാരണമായത് മറ്റൊരു മലയാളിയാണ്. നീതു ശ്രീകുമാർ, ഡബ്ബിംഗ് ഡയറക്ടർ. മാമാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. മാം, വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു ആസ്പയറിങ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ മാമിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയതൊരു ലക്കായിട്ട് കാണുന്നു. ചേച്ചിന്നോ നീതുന്നോ വിളിച്ചാൽ മതി. ചേച്ചി, ഓക്കെ, നീ ചേച്ചി. അപ്പം ചേച്ചി, സ്പൈഡർമാനെ പറ്റി പറയൂ. സ്പൈഡർമാൻ എങ്ങനെയാണ് മലയാളം പറഞ്ഞത്? സ്പൈഡർമാൻ മലയാളം വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പെട്ടെന്നൊരു ദിവസം വിളിക്കുമായിരുന്നു. സ്പൈഡർമാനാണെന്നൊന്നും ഞങ്ങൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ കുറച്ച് നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പൈഡർമാൻ വരുന്നുണ്ട്. ഈ പടത്തിനെ കുറിച്ച് ഇവിടെ ഒരു ചർച്ച വരുന്നതിന് മുന്നേ ഞങ്ങൾ അറിഞ്ഞതാണ് ഇങ്ങനൊരു പടം വരുന്നുണ്ട്, ചെയ്യേണ്ടി വരും. എത്ര സമയം എടുക്കുന്നൊന്നും അറിഞ്ഞില്ല, ഇപ്പോൾ വരുന്നൊന്നും അറിയില്ല. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് നാളെ ഒരു ട്രെയിലർ ചെയ്യാനുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രാവിലെ ചെന്ന് ട്രെയിലർ കാണുമ്പോഴാണ് സ്പൈഡർമാനാണ്, ബ്രാൻഡ് ന്യൂ ഡേ ആണെന്ന് അറിയുന്നത്. അപ്പോഴും എനിക്കത്ര വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ മാർവലിൻ്റെ പടമാണ് അങ്ങനെയൊന്നും വിചാരിച്ചല്ല വർക്ക് ചെയ്ത്, വർക്കായിട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായുള്ളൂ. ആ സമയത്ത് കുറച്ച് വോയിസ് ആയിരുന്നു ഞങ്ങളുടെ വിഷയം. എൻ്റെ ഏറ്റവും വലിയ വിഷയം സ്പൈഡർമാൻ്റെ വോയിസ് ആയിരുന്നു. ഇതിൻ്റെ മുന്നേ ഉള്ള 2 പടവും, നോ വേ ഹോമും ഫാർ ഫ്രം ഹോമും, ഞാൻ ട്രിവാൻഡ്രത്താണ് ചെയ്ത് വിട്ടത് 4 കൊല്ലം മുന്നേ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അന്നത്തെ ടോം ഹോളണ്ട് അല്ല ഇന്നത്തെ ടോം ഹോളണ്ട്. കുറച്ചുകൂടെ മെച്ചുവറാണ്. പക്ഷേ ഇപ്പോഴും ആ കിഡ് സാധനം പുള്ളിക്കുണ്ട്. അങ്ങനെയാണ് കുറേ വോയിസ് കണ്ട് ചെയ്തിട്ടാണ് രാഹുലിൻ്റെ വോയിസ് സെലക്ട് ചെയ്യുന്നത്. രാഹുലും വന്നിട്ട് രാഹുലിനെ അറിയില്ല എന്ത് വർക്കാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാഹുൽ ഒരു ട്രെയിലർ ചെയ്യാനുണ്ട്, ഒന്ന് വരാൻ പറ്റുമോ, വോയിസ് ടെസ്റ്റാണ് എന്ന് പറഞ്ഞു. പുള്ളി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ഡയലോഗ് എടുത്ത് നോക്കി. പുള്ളി ഓക്കെ ആയിരുന്നു. അങ്ങനെ ആ ട്രെയിലർ മൊത്തവും പുള്ളിയെ കൊണ്ട് എടുപ്പിച്ച് വിടുമായിരുന്നു. അപ്പോഴും മൂവി വരും എന്ന് ഞങ്ങൾക്ക് ഒരുറപ്പുമില്ലായിരുന്നു. ആ സമയത്ത് ആ ട്രെയിലർ ഞങ്ങൾ ഫുള്ള് ഒരു ദിവസത്തെ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫുള്ള് ട്രെയിലർ ഒരു 4-5 ആർട്ടിസ്റ്റ് വന്നു അപ്പം തന്നെ എടുത്ത് വിട്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 മന്ത് അടുപ്പിച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പടം വരുന്നത്. വിളിക്കുന്നത് ഇങ്ങനെയാണ്,
ഈ സിനിമ ഇറങ്ങുന്ന 30-ാം തീയതി അല്ലേ, കഴിഞ്ഞ മാസം ഒരു 25-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് എനിക്ക് പടം വരുന്നത്. ആ ഒരു അത്ര ഗ്യാപ്പേ ഉള്ളൂ ആ പടം ചെയ്യാനായിട്ട്. നമ്മളതിനകത്ത് ഒരുപാട് തവണ ഒരുപാട് യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഉറങ്ങാത്ത രാത്രികൾ, ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടൈം നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് എങ്ങനെ, അതായത് ഈ വോയിസ് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും പ്രത്യേകമായിട്ട്, അപ്പം നമുക്ക് ഹോളിവുഡ് മൂവീസ് പ്രത്യേകിച്ച് ഡബ് ചെയ്യുമ്പോഴത്തേക്കിനും അതൊരു ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ, ഈ അതിന് മാച്ച് ചെയ്യുന്ന വോയിസ് കിട്ടുക, അതെങ്ങനെയാണ്? ഹോളിവുഡ് മൂവി എന്നല്ല, എല്ലാ ലാംഗ്വേജ് ടു മലയാളം ചെയ്യാനും ഇല്ലെങ്കിൽ എല്ലാ ലാംഗ്വേജ് ടു അതർ ലാംഗ്വേജസ് ഡബ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമ്മളത് അതേ പെർഫെക്ഷൻ ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് പെർഫെക്ഷൻ അല്ല, നമ്മളതൊരു വൃത്തികേടില്ലാണ്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുകയുള്ളൂ. മാക്സിമം കൊളോക്കിയലാക്കും. പക്ഷേ ഹോളിവുഡ് സാധനങ്ങൾ ചെയ്യുമ്പോൾ കൊളോക്കിയൽ വിത്ത് ഇംഗ്ലീഷാണ് ഞങ്ങൾ പറയുക. അവരാ പറഞ്ഞേക്കുന്ന ട്രെൻഡ് പിടിക്കുക, അത് പിടിക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ വിളിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അജിത്തിൻ്റെ വോയിസിന് നമുക്ക് അജിത്തിനെ പോലത്തെ രൂപമുള്ള ഒരാൾ വന്ന് ഡബ് ചെയ്തില്ലെങ്കിൽ ആ സാധനത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കൊള്ളില്ല. അജിത്ത് ഒരു വലിയൊരു മനുഷ്യനാണ്, കുറഞ്ഞത് ആ ഒരു ഗാംഭീര്യമുള്ളൊരു സൗണ്ട് എടുക്കണം. ഇല്ലെങ്കിൽ പുള്ളിയുടെ അത്രയും സൈസും വെയിറ്റൊക്കെ ഉള്ള ഒരാൾ വന്ന് ഡബ് ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യും. ആ ഒരു സാധനം മാനറിസംസ് നോക്കിയിട്ട് കൂടുതലും എടുക്കുള്ളൂ. പിന്നെ കുറേയൊക്കെ നല്ല വോയിസുകൾ നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്നൊരു ടെസ്റ്റ് എടുക്കും. ടെസ്റ്റ് എടുത്തോട്ടെ, നമ്മൾ വോയിസ് ഏതെങ്കിലും വരുമ്പോൾ ചെയ്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നൊരു ടെസ്റ്റ് അടിച്ചിടും. ആ ടെസ്റ്റ് ചിലപ്പോൾ നമുക്കൊരു വർക്ക് വരുമ്പോൾ നമ്മൾ ആ സിനിമ നമ്മൾ ആ കണ്ടന്റ് ഇരുന്ന് കാണും. നമുക്ക് ആ വർക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ആ സിനിമ ഇരുന്ന് കാണും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരും, ഈ വോയിസ് ഓക്കെ ആയിരിക്കും, നമുക്ക് കിട്ടും. ആ ടെസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ടെസ്റ്റ് ഇടുന്ന വോയിസുകളൊക്കെ എടുക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഒരുവിധം എല്ലാ ഡബിങ് ഡയറക്ടേഴ്സും ചെയ്യാറുണ്ട്. പുതിയ പുതിയ വോയിസുകൾ എപ്പോഴും നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ കേട്ട വോയിസുകൾ തന്നെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ആവർത്തന വിരസത അനുഭവപ്പെടും. ഇപ്പോൾ ഈ സീരിയൽസൊക്കെ നിങ്ങൾ കാണുമ്പോൾ കണ്ണടച്ചിരുന്ന് കേട്ടാൽ ഈ ചാനലിലെ സീരിയൽ നമ്മൾ കണ്ണടച്ചിരുന്ന് അതൊന്ന് പോസ് ചെയ്തിട്ട് അടുത്തതിലോട്ടൊന്ന് വെച്ചാൽ ഹീറോയിൻ്റെ വോയിസ് ഇല്ലെങ്കിൽ ഹീറോയുടെ വോയിസൊക്കെ സെയിം ആയിരിക്കും. അതിലങ്ങനെ പ്രത്യേകിച്ച് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുള്ളൂ ഈ സീരിയലൊക്കെ ചെയ്ത്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ എപ്പോഴും ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. അതിന് ഈ കൂടുതലും ഡബ്ഡ് സാധനം വരുമ്പോൾ ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ വോയിസുകൾ എടുത്തോണ്ടേയിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സും അങ്ങനെ തന്നെയായിരിക്കും. അതായത് എൻ്റെ വർക്കുകൾക്ക് പൊതുവേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യാറില്ല. എൻ്റെ ഒരു രീതിയാണ്. എല്ലാ ഡബിങ് ഡയറക്ടേഴ്സും അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ തന്നെ ഉണ്ടാവും. ഞാൻ പൊതുവേ സ്ക്രിപ്റ്റ് ചെയ്യാറില്ല. അതിനൊരു നാച്ചുറാലിറ്റി കിട്ടുന്നില്ല എന്നാണ് ഞാൻ കണ്ടുപിടിച്ചൊരു ഇത്. ഞാൻ തന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മടി കൊണ്ടായിരിക്കാം. സ്ക്രിപ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സമയം പോകും. നമ്മളായിരിക്കില്ല സ്ക്രിപ്റ്റ് ചെയ്യുക, നമ്മൾ തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്യലും പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന വിഭാഗമുണ്ട്, അതൊരു ഫീൽഡാണ്. ഈ ഡബിങ് മൂവീസിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ്, സെൻസർ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വേറെ ഫീൽഡാണ്. അത് വേറെ പേയ്മെൻ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡബിങ് ഡയറക്ടർ ഞാനായിരിക്കും, സ്ക്രിപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അവരെഴുതുന്ന ഡയലോഗ് ആയിരിക്കില്ല എനിക്ക് അവിടെ ആപ്റ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ കിട്ടുന്ന സ്ക്രിപ്റ്റ് എടുത്ത് ഞാനിത് വച്ച് ഇത് കണ്ട് പിന്നെ ഇത് വായിച്ച് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ കണ്ട് മനസ്സിലാക്കിയത് ഭയങ്കരമായിട്ട് ടൈം പോകും. അപ്പോൾ ഞാനിതെന്ന് നമ്മൾ കേൾക്കും, ഇംഗ്ലീഷ് കേട്ടിട്ട് ഇപ്പോൾ എൻ്റെ ആർട്ടിസ്റ്റ് അകത്തുണ്ടാവും, ഞങ്ങൾ രണ്ടുപേരും കൂടെ അതങ്ങ് മാറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഞങ്ങളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത് മാറ്റി ഓക്കെ ഹൗ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായി ചെയ്യുന്നതിന്, നിങ്ങൾ എന്തായി പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ സുഖമാണോ, ഇതല്ലായിരിക്കും. ഞങ്ങളത് ഭയങ്കര കൊളോക്കിയലാക്കും. എഴുതി വരുമ്പോൾ നമുക്ക് കൊളോക്കിയലായിട്ട് സ്ക്രിപ്റ്റിൽ എഴുതി വരില്ല. അതുകൊണ്ട് അത്രയും സമയം ഞങ്ങൾ കളയാറില്ല. ഞങ്ങൾ തന്നെ എടുത്തത് ഭയങ്കരമായിട്ട് കൊളോക്കിയലാക്കി ഇടാറാണ് എൻ്റെ ഒരു പതിവ്. അങ്ങനെയാണ്, സ്ക്രിപ്റ്റിന് വേണ്ടി സമയം കളയാറില്ല. ഇപ്പോൾ ഈ ഡബ്ബിങ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയിൽ വളരെ ചുരുക്കം ആളുകളെ എത്ര ഫെയിം ആയിട്ട് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതിനെപ്പറ്റി ആളുകൾക്ക് അധികം കൂടുതൽ അറിയത്തില്ല, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഏരിയ സിനിമയുടെയൊക്കെ. അപ്പോൾ അത് ഒരു അറിയില്ല എന്നല്ല, അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഫേസസ് നമ്മുടെ ജനങ്ങൾക്കുണ്ട്. അവരുടെ വിചാരം ഇത്രയും പേരാണ്
ഡബ് എന്നുള്ളത്. ഇവർ ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഇതൊരു വലിയ ഫീൽഡാണ്. ഒരുപാട് പേരുണ്ട് നന്നായിട്ട്. ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ ഈ അവാർഡ്സ് വിന്നിങ് ചെയ്യുന്നവരെ പോലും അറിയുന്നില്ല. അത് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ഭയങ്കര ചെറിയ ഇതിൽ വന്നിട്ട് അറിയുന്നേ ഇല്ല, റെക്കഗ്നീഷനേ ഇല്ലാത്തൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിപ്പോൾ ഒരു 9ാമത്തെ വർഷമാണ്. എട്ടാമത്തെ വർഷം കഴിഞ്ഞ് 9ലോട്ട് കയറി ഞാൻ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ വരേണ്ടി വന്നു എന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ, ഇല്ലെങ്കിൽ എന്നെ ആൾക്കാർ മനസ്സിലാക്കാൻ, ഞാൻ ഇന്നതാണ് ചെയ്യുന്നതെന്ന് ആൾക്കാർ മനസ്സിലാക്കാൻ ഇത്രയും വർഷം വേണ്ടി വന്നു. പക്ഷെ ഈ ഫേമസ് ആയിട്ടുള്ള 2-3 ആർട്ടിസ്റ്റുകളുണ്ട്. അവരെപ്പോഴും ഫേമസ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും. അവരൊന്നും ഇപ്പോൾ ഡബ് ചെയ്യുന്നേ ഇല്ല, ബട്ട് അവരാണ് ഇപ്പോഴും ഫേമസ് ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ശരിക്കും അറിയപ്പെടേണ്ട ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന, ഈ ഒരു പണി മാത്രം വെച്ച് 3 മക്കളെയും അമ്മയും വൈഫിനെ നോക്കി, ഇല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് മക്കളെ നോക്കി വളർത്തുന്ന, അവരുടെ EMIs, അവരുടെ എല്ലാ കടങ്ങളും, അവരുടെ ലൈഫിലെ എല്ലാ എക്സ്പെൻസുകളും ഡബ് ചെയ്ത് മാത്രം നോക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇത് ഒരു പ്രൊഫഷനാണ്, ആൾക്കാർ അറിയുന്നില്ല. ഞാൻ ചെയ്യുന്ന പണിയാണെങ്കിലും ആർട്ടിസ്റ്റ് ചെയ്യുന്ന പണിയാണെങ്കിലും പ്രൊഫഷനാണ്. ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്നവർ, അത് സ്ക്രിപ്റ്റിംഗ് എന്നൊരു മേഖലയാണ്, അതൊരു പ്രൊഫഷൻ. ഒരു മാസം ഒരു 5-6 സ്ക്രിപ്റ്റ് ചെയ്താൽ മതി അവർക്ക് ജീവിക്കാൻ. നമ്മൾ സിനിമയിലാണെന്ന് പറയുമ്പോൾ സിനിമയിലാണ്, അങ്ങനെ ഒരു മൈൻഡാണ്. ശരിക്കും അങ്ങനെയല്ല, നല്ല രീതിക്ക് വളരെ വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് വിടുന്നൊരു ഫീൽഡാണിത്. നല്ല പണിയെടുക്കുന്നുണ്ട്, ഞങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല. ഒരു അനസ്തേഷ്യ ടെക്നീഷ്യനാണ്, അതിൽ നിന്ന് ഈ ഡബ്ബിംഗ് ഡയറക്ഷനിലേക്ക് വരുന്നു, ഡബ്ബിംഗ് ഡയറക്ടർ ആവുന്നു, ഇത്രയും സിനിമകളും കാർട്ടൂണും എല്ലാം ചെയ്യുന്നു. അപ്പം വീട്ടിലൊക്കെ എങ്ങനെ, അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ അത് ഒരു സ്റ്റോറി പറയാൻ പറ്റുമോ? എനിക്ക് മുന്നേ ഒരുപാട് സ്ത്രീകൾ ഈ ഫീൽഡിലുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റിയത്. ഞാൻ അനസ്തേഷ്യ ടെക്നീഷ്യനാണ് പഠിച്ചത്, വർക്ക് ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെ. ഞാൻ അതിനു മുന്നേ LLBയും പഠിച്ചിട്ടുണ്ട്. അത് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നിട്ട് ഞാൻ അനസ്തേഷ്യ പഠിക്കുന്നത്. ഈ പഠിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്. ആ സമയത്ത് ഫസ്റ്റ് കോവിഡിൻ്റെ ഒരു തരംഗം വരുന്ന സമയത്ത് ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ നമ്മൾ വീട്ടിലായി, നമുക്ക് പണിയില്ല, ഒന്നും പോകണ്ട. അങ്ങനെ ആ സമയത്ത് ഒരു സീരിയലിൻ്റെ ഓഡിഷന് വേണ്ടി പോകുന്നതാണ് ഞാനൊരു സ്റ്റുഡിയോയ്ക്ക്. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ അതുവരെ വിചാരിച്ചത് എല്ലാം സിങ് സൗണ്ട്, ഇപ്പോഴാണ് ഇതിന് സിങ് സൗണ്ട് എന്നൊരു പേരുണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇവർ അഭിനയിക്കുന്നു, അതങ്ങനെ പകർത്തി നമ്മൾ TV കാണുന്നു എന്നുള്ളൊരു സാധനമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് കൗതുകമായിരുന്നു. ഇതെന്തുവാ സംഭവം, വെറുതെ ഇരിക്കുവാണല്ലോ. അപ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് പ്രൊഡ്യൂസറെ കണ്ട് പ്രൊഡ്യൂസറോട് സംസാരിച്ചിട്ട് പോയി പറഞ്ഞു, ഞാനിവിടെ അസിസ്റ്റൻ്റായിട്ട് നിന്നോട്ടെ, കാശൊന്നും തരണ്ട, അസിസ്റ്റൻ്റായിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി കുറേ നേരം ചിന്തിച്ചു, പെങ്കൊച്ചാണ്. ഞാൻ വിട്ടില്ല, ഞാൻ പിന്നെ വൈകിട്ട് വരെ അവിടെ വെയിറ്റ് ചെയ്ത്. ആദ്യം പുള്ളി വേണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ ഒരു 6:30-7 മണി വരെ ഓഡിഷൻ തീരുന്നവരെ വെയിറ്റ് ചെയ്ത് പുള്ളിയോട് നിന്ന്, എനിക്ക് കാശൊന്നും തരണ്ട, ഞാൻ പഠിച്ച് വെറുതെ എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ട് പൊക്കോളാം. അന്ന് ആ സമയത്ത് 2 സീരിയലുകൾ ആ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, ഏഷ്യാനെറ്റിലും മഴവിൽ മനോരമയിലൊക്കെ ഉള്ള. അവിടെ 2 പേരുടെയും കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിന്നു. അവർക്ക് അസിസ്റ്റൻറ്റിനെ വേണ്ടിയിരുന്നത് അവർ ഈ ചെയ്യുന്ന ഡബ്ബിങ്ങിൻ്റെ ഈ സാധനങ്ങൾ, ഫയൽസൊക്കെ അപ്പുറത്തൊരു റൂമിൽ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, അവിടെ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് അയക്കുക. അതായിരുന്നു അവർക്ക് വേണ്ട അസിസ്റ്റൻറ്റ്. ഒരു മാസം മൊത്തം ഞാൻ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, മെയിൽ ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, മെയിൽ ചെയ്യുന്നു. പിന്നെ ഞാൻ നിർത്തുന്നില്ല, അവർ വിചാരിച്ച് ഞാൻ നിർത്തി പോകുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെന്നെ പിടിച്ചിരുത്തി സോഫ്റ്റ്വെയർ പഠിപ്പിച്ച്, ഇതാണ് സോഫ്റ്റ്വെയർ, ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ ആർട്ടിസ്റ്റ് വരും. അന്നൊക്കെ ദേവി ചേച്ചിയൊക്കെ വരുമായിരുന്നു, അവരൊക്കെ നല്ല, അപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി ആർട്ടിസ്റ്റാണ് ദേവി ചേച്ചി. അവരൊക്കെ വന്ന് ഇരുന്ന് തരും നമുക്ക്, പഠിച്ചോ, നീ പഠിച്ചോ, സമാധാനമായിട്ട് പഠിച്ചോ, ഞാൻ പതുക്കെ ചെയ്തു തരാം. നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാം, പെൺപിള്ളേരൊക്കെ വരട്ടെ, എല്ലാവരും ഇതിലോട്ടൊക്കെ വരട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ. അങ്ങനെ കുറച്ച് നാൾ ഞാൻ അവിടെ നിന്ന് സോഫ്റ്റ്വെയർ പഠിച്ചെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ നാൾ ട്രാക്ക് ചെയ്യുമായിരുന്നു. ട്രാക്ക് എന്ന് പറയുമ്പോൾ ഈ അന്യഭാഷ മൂവീസില്ലേ, ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പാണ് ട്രാക്ക്. ഈ സിനിമ ഫുള്ള് നമ്മൾ ട്രാക്ക് ചെയ്ത് വെക്കും, എല്ലാ ആർട്ടിസ്റ്റിനും. തെലുഗു, കന്നഡ, ഹിന്ദി, തമിഴ്, എനിക്ക് 4 ലാംഗ്വേജും അറിയാം, പിന്നെ ഇംഗ്ലീഷും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് സിനിമ ട്രാക്ക് ചെയ്ത് വെക്കും. ആ ട്രാക്ക് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി, ആർട്ടിസ്റ്റിന് അത് കേട്ടിട്ട് മലയാളം മീറ്ററിലിട്ട് ഡബ്ബി. ഇതായിരുന്നു എൻ്റെ പണി. അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ
ട്രാക്ക് ചെയ്യാൻ പോയിരുന്നപ്പോൾ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് ആ പുള്ളിയെ ഞാനിങ്ങനെ എന്തോ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ പണി ചെയ്യല്ലേ. അപ്പോൾ ആരോ ഒരു ആർട്ടിസ്റ്റ് അകത്ത് ഡബ് ഉണ്ടായി, മറന്നു ആരാന്നൊക്കെ ഡബ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ പുള്ളി എന്തോ ഒന്ന് തെറ്റിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഡയലോഗ് എന്തോ മാറ്റി പറഞ്ഞു കൊടുത്തു. ചേട്ടാ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഈ സ്റ്റുഡിയോയുടെ ഓണറുണ്ട്, പുള്ളി അവിടെ എന്തിനോ വേണ്ടി കയറി വന്നേ, നീ എന്തിനാ ഈ കസേരയിലിരിക്കുന്ന ഡബ്ബിങ് ഡയറക്ടറിൻ്റെ ചെയർ, നിനക്ക് എന്ത് യോഗ്യത ഉണ്ട്, അപ്പം ഞങ്ങളൊക്കെ ഇവിടെ എന്തിനായിരിക്കുന്നത്. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഒരു ആർട്ടിസ്റ്റിൻ്റെ വേറൊരു ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്, എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അത് നിനക്ക് എന്തറിയാം, ഇതൊരു പവിത്രമായ ചെയറാണ് എന്നൊക്കെ. ഞാനതിലേക്ക് ഇത്ര പവിത്രമാണോ ഡബ്ബിങ് ഡയറക്ടർ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുവാണ് അവർ. അന്ന് തന്നെ അവിടുത്തെ പരിപാടി ഞാൻ നിർത്തി, ട്രാക്കയിൽ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു 2 ആഴ്ച ഇരുന്ന് കോണ്ടാക്ട് ചെയ്യുക. എനിക്ക് ഡബ്ബിങ് ഡയറക്ടറാണ് ഇനി എനിക്ക് ഡബ്ബിങ് ഡയറക്ടറാണ്. അത് അത്ര പവിത്രമായ ചെയറാണെങ്കിൽ നമുക്ക് അറിയണമല്ലോ, അത് അത്ര വലിയ പണിയാണോ, വാശിയായി നമുക്ക്. ഞാൻ പോയി ഇങ്ങനെ കുറേ അറിയുന്ന അപ്പോഴത്തേക്കും നമുക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഒരു വർക്ക് വന്നു. അതൊരു തെലുഗു പടമായിരുന്നു. അത് ഞാൻ ഈ സ്ഥിരം ട്രാക്കുകൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെന്നൈക്കും മുംബൈയിലും ഒക്കെ കോണ്ടാക്ട് ഉണ്ടായി. അവിടെ നിന്നൊക്കെ എനിക്ക് ട്രാക്ക് വരും, എന്ന് വെച്ചാൽ മലയാളം ചെയ്ത് കൊടുക്കണം, സ്ട്രെയിറ്റ് വരാറുണ്ട്. അത് ഇവിടെ ഇപ്പോൾ ട്രാക്കിന് വേണ്ടി വേറെ കാശ്, സ്ക്രിപ്റ്റിന് വേണ്ടി അവർക്ക് വേറെ കാശാവില്ല, ആ ട്രാക്കിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതി. അപ്പോൾ നേരിട്ട് എനിക്ക് വർക്കുകൾ, അങ്ങനെ അവരെയൊക്കെ അങ്ങോട്ട് വിളിച്ച് ലാസ്റ്റ് എൻ്റെ ശല്യം സഹിക്കാൻ വേണ്ടി എനിക്കൊരു വർക്ക് കിട്ടി. അത് നമ്മൾ ഒരു കറക്റ്റ് ടൈമിൽ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വർക്കുകൾ വരാൻ തുടങ്ങി. അതൊക്കെ ചെറിയ വർക്കായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ PFTയുടെ കോണ്ടാക്ട് കിട്ടുന്നത്. അവരാരും എന്നെ കണ്ടിട്ടില്ല, എനിക്ക് വർക്ക് തന്നവരാരും എന്നെ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്തിരിക്കുന്ന എന്നെ ഈ ചെന്നൈയിലും മുംബൈയിലിരിക്കുന്നവർ കാണില്ലല്ലോ. വിളിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു പ്രൊഫൈൽ, അതുവരെ ഒരു 4-5 പടമേ ചെയ്തിട്ടുള്ളൂ, പ്രൊഫൈൽ കൊടുത്തപ്പോൾ പുള്ളിക്ക് അവിടെ ശരിക്കും ആളില്ലാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു എനിക്കന്ന് വർക്ക് തന്നത് ഡ്യൂണായിരുന്നു. ഡ്യൂൺ ഫസ്റ്റ് എനിക്ക് കിട്ടിയ വലിയ വർക്ക് ഡ്യൂണായിരുന്നു, ഫസ്റ്റ് വർക്കായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടി. ആ പടം ഒന്നും അറിയാത്ത എൻ്റെ കയ്യിൽ അവർ ഫുൾ വിശ്വസിച്ച് പടം തന്നു, അങ്ങനെ ഒരു പടം തന്നു. ഞാൻ ഓക്കെ, നമുക്കതൊരു ബ്രേക്ക് ത്രൂ ആണല്ലോ, അത് വെച്ച് നമുക്ക് പിന്നെ എന്തും ചെയ്യാം. ആ വർക്ക് അവർ ശരിക്കും ഒരു 10-12 ദിവസമൊക്കെ ഒരു പടം ചെയ്യാൻ നമുക്ക് കിട്ടാറുള്ളൂ. ഇപ്പോഴാണ് ഒരു 30 ദിവസമൊക്കെ തരുന്നത്. മറ്റേത് 10 ദിവസം, ഞാൻ 7 ദിവസത്തിലൊക്കെ തെലുഗു പടമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് വന്നു, എനിക്കൊരു 15 ദിവസം സമയം തന്നു. 15ാമത്തെ ദിവസം ഞാൻ നൈറ്റ് ഡേ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് 15ാമത്തെ ദിവസം ഞാൻ ഔട്ട് കൊടുത്തു. അത് ഔട്ട് കൊടുത്തപ്പോൾ അവർക്ക് ഓക്കെ. ഈ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സമയമാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഡേക്കൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് വേറൊരാളെ ഇരുത്തും, 8 മണിക്കൂറൊക്കെ വർക്ക് ഉണ്ടാവും. വേറൊരാളെ ഞാൻ കാശിന് ഇരുത്തിയിട്ട് ഞാൻ പോവും. നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ നേരെ ഇവിടെ വരും, വർക്ക് ചെയ്യും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെക്കൊണ്ട് ആശുപത്രി പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നൈറ്റൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിറ്റേന്ന് ഞാൻ രാത്രി മൊത്തം ഇരുന്ന് ഡബ് ചെയ്യിക്കും. നൈറ്റ് ഫുള്ള് നമുക്ക് ഡബ് ചെയ്യാൻ പറ്റും, തീർക്കണമല്ലോ. ആർട്ടിസ്റ്റ് വരും, നമ്മൾ നൈറ്റ് ഫുള്ള് ഡബ് ചെയ്യും. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ആർട്ടിസ്റ്റ് ഞാനും ഒക്കെ ചിരിച്ച് കളിച്ചൊക്കെയാണ് ഞങ്ങൾ ആ വർക്ക് തീർക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റില്ല, ഇതെങ്ങനെയും ഒന്ന് നിർത്തണം. ഡ്യൂണ് കൊടുത്തു കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത വർക്ക് വന്നു. അത് ടോപ്പ് ഗൺ മേവറിക്കായിരുന്നു. അതുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇൻകം ഏകദേശം നന്നായിട്ട് വരാൻ തുടങ്ങി. നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ മറ്റേ ഇൻകം പോലെ അല്ല, ഒരു പേയ്മെൻറ്റ് വന്നാൽ നമുക്ക് കുറച്ച് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും. അവർ പിന്നെ എനിക്ക് വർക്കോടെ തരാൻ തുടങ്ങി. ഈ PFT എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് സത്യ സാറ്, സുരേഷ് സാറ്, എനിക്ക് മാത്രമായിട്ട് അവരുടെ വർക്കുകൾ അസൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഫ്രീലാൻസാണ്. അവർ എന്നെ കമ്പനിയിലോട്ട് വിളിച്ചതാണ് സാലറിക്ക് പോകാൻ. നമുക്ക് അങ്ങനെ നിന്നാൽ നമ്മൾ രാവിലെ 9 to 9 പണിയെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വേണ്ട, സാലറി വേണ്ട, ഞാൻ അല്ലാണ്ട് വർക്ക് തന്നാൽ ചെയ്തു തരാം. ആദ്യമൊക്കെ ഒരു വിഷയമൊക്കെ ആയിരുന്നു. പിന്നെ വേറൊരാൾക്കൊക്കെ അവർ കൊടുത്തു നോക്കിയപ്പോൾ ടൈമിങ് മാറും. ഇപ്പം ഞാൻ ടൈമിൽ കൊടുത്ത് ശീലമായതുകൊണ്ട് അവർ പിന്നെയും അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പം ഞാൻ PFTയുടെ വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് അവരുടെ വർക്കുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം എനിക്ക് വർഷത്തിൽ ഒരു 3-4 വർക്ക് ഞാനിപ്പോൾ 2 വർഷമായിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി സമയത്ത് ഞാൻ ട്രാക്കുകൾ ചെയ്യുമായിരിക്കും, അധികം ഞാൻ പണിയെടുക്കാറില്ല. ഇപ്പം നമുക്ക് ആ ഒരു വർക്കിൻ്റെ ഒരു
സ്റ്റെബിലിറ്റി വന്നു. പിന്നെ എല്ലാം ചവറ് പോലെ ചെയ്യാറില്ല. മാക്സിമം നമ്മൾ ആ ഒരു പ്രമുഖ ചാനലിൽ വരുന്ന പോലെ ട്രോൾ മെറ്റീരിയൽ ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു വർക്കും ട്രോൾ മെറ്റീരിയൽ ആവില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മളത് കണ്ടു വളരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇപ്പം ഈ ട്രോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാണ് ആ ഒരു ടൈമിലെ ഡബ്ബിങ്ങും ഇപ്പോഴത്തെ ഡബ്ബിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സൂ ഫ്രം സോ എന്ന് പറയുന്ന മൂവി, അതിൻ്റെ ഒരു തമാശ അത് നമ്മുടെ ഒരു മലയാളം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും അത് വർക്കായി. അതുപോലെ തന്നെ സീതാരാമം, KGF, പിന്നെ ലക്കി ഭാസ്കറൊക്കെ നല്ല മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസം ഇപ്പം ഇവർ പറയുമല്ലോ. പഴയത് ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഹാപ്പി ഡേയ്സ്, ഹാപ്പി, ഈ അല്ലു അർജുൻ പടങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടല്ലേ നമ്മൾ വളർന്ന്? അതിലെന്തായിരുന്നു കുഴപ്പം? അപ്പോൾ ഇതല്ല പ്രശ്നം. ഇതിൻ്റെ ഇടയിൽ വന്ന് ആ ഒരു വൃത്തി കളഞ്ഞ് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. അതാണ് പ്രശ്നം. ഇതേ ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ ഈ സൂ ഫ്രം സോ വരെയുള്ള സിനിമയിൽ ഹാപ്പി തൊട്ട് ഇവിടം വരെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അന്ന് തൊട്ടേ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഇന്നിപ്പോഴും ഉള്ളത്. ഇപ്പോൾ വന്ന ഒരു 2-3 വർഷത്തിൽ വന്ന ഈ പുതിയ വോയിസുകൾ പിള്ളേരുടെ വോയിസുകളല്ലാണ്ട് അന്ന് തൊട്ടേ ഉള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഈ കൈലാസനാഥൻ അതൊക്കെ ഇവിടെ ചെയ്ത് അതിനൊക്കെ എന്താ കുഴപ്പം? മഹാഭാരതം എന്താ കുഴപ്പം? അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ചില ചാനലുകാർ പേയ്മെൻ്റ് എന്നൊരു വലിയൊരു പ്രശ്നമുണ്ട് ഇതിൽ. ഒരു പടം ചെയ്യാൻ നമുക്ക് മിനിമം ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ തരണം. ഞാനൊരു എറൗണ്ട് പറയുവാണ്. ഒരു തെലുഗു ടു മലയാളം ഇത്ര ആർട്ടിസ്റ്റിന് ഡബ്ബിംഗ് ഡയറക്ടർ, നമ്മുടെ എക്സ്പെൻസ്, സ്റ്റുഡിയോ റെൻറ്റ് ഇത്രയും കിട്ടണം. ഇത് തരാണ്ട് ഇത് യൂട്യൂബ് പടമാണേ 50,000 ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരിക്കും വരുന്നതെങ്കിൽ 50,000 ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. അതുപോലെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും ഇത് 50,000 വർക്കല്ലേ, അത് നമുക്ക് അത്രയും ആ ഒരു ക്വാളിറ്റി മതി, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. നമുക്കതിൽ ഞാനിപ്പോൾ ഡബ്ബിംഗ് ഡയറക്ടറാണ്. ഞാൻ ഡെയിലി സ്റ്റുഡിയോ പോകണം. ഞാൻ സ്റ്റുഡിയോ റെൻറ്റിന് എടുക്കുവാണെങ്കിൽ ഈ 10 ദിവസം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ 10 ദിവസത്തെ റെൻറ്റ് ഞാൻ സ്റ്റുഡിയോക്ക് കൊടുക്കണം. ഈ 50,000 രൂപയിൽ ഒരു ദിവസം സ്റ്റുഡിയോയ്ക്ക് 1000 രൂപ വെച്ച് കൂട്ടിക്കുക. 10 ദിവസം ആകുമ്പോൾ 10,000 രൂപ സ്റ്റുഡിയോയ്ക്ക് പോയാൽ ഒരു സിനിമയിൽ കുറഞ്ഞത് ഒരു 15 പേര് 20 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഒരാൾ തന്നെ 4 വോയിസ് എടുക്കുന്നവരാണെങ്കിൽ നമുക്കങ്ങനെ ഒരു 3-4 പേരെ വിളിച്ചാലും 12 ക്യാരക്ടേഴ്സ് 10 ആർട്ടിസ്റ്റ് മിനിമം വേണം. നായകന് ചെയ്യുന്നയാൾക്ക് നമുക്ക് കൂടുതൽ കൊടുക്കണം. അങ്ങനെ നോക്കിയാലും മിനിമം ഒരാൾക്ക് 3,000-4,000 രൂപ ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ടി വരും. നമ്മളിത് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നായകൻ തന്നെ വില്ലനും ചെയ്യും. നായകൻ ഒന്ന് കുറച്ച് ബേസ് ഇട്ട് ചെയ്യും, വില്ലൻ വരുമ്പോൾ കുറച്ച് ഇത് സൗണ്ട് ഒന്ന് മാറ്റി ചെയ്യും. ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. നമുക്ക് നല്ല വോയിസ് കൊടുക്കാൻ പറ്റില്ല. ഈ 50,000 രൂപയ്ക്ക് പേയ്മെൻറ്റ് വേണം. വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാ പണിയും ചെയ്യുന്ന പൈസയ്ക്കാണ്. ഇപ്പം ഇല്ലേ ഈ വോയിസ് മോഡുലേഷൻ പരിപാടികളുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകളാകുമ്പോഴത്തേക്കിന് ശ്രീജ രവി മാം, അതേപോലെ തന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി മാം, പിന്നെ ദേവി, പിന്നെ നമ്മുടെ ഷമി തിലകൻ, ഇവരൊക്കെ വരുമ്പോഴത്തേക്കിനും വോയിസ് മോഡുലേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും വളരെ പീക്ക് ലെവലായിട്ട് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ അങ്ങനെയല്ല. വോയിസ് മോഡുലേഷൻ പരിപാടികൾ അത്ര ഇല്ല, വളരെ നാച്ചുറലായിട്ട്. അതിൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ അവർ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഡ്രാമാറ്റിക് മൂവീസാണ്. നമ്മുടെ പഴയ മലയാളം പടങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ടൈമിൽ മൊത്തം ഡ്രാമാറ്റിക്കാണ്. നമ്മുടെ സ്റ്റോറി ലൈനൊക്കെ കുറച്ച് ഡ്രാമാറ്റിക്കാണ്. പിന്നെ സീരിയൽസ്, കുറേ നാളായിട്ട് സീരിയൽസ് ഉള്ളതല്ലേ, നല്ല ഡ്രാമയാണ്. അതല്ല ഇപ്പോൾ എല്ലാവർക്കും നാച്ചുറലും മതി. നാച്ചുറൽ സാധനങ്ങൾ, അഭിനയത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടല്ലേ, കഥയ്ക്ക് തന്നെ എന്തോരം മാറ്റങ്ങളാണ് നമ്മൾ കാണുന്ന. സിനിമയ്ക്ക് ഒക്കെ നാച്ചുറലാണ്. എല്ലാവരും നാച്ചുറൽ സ്ക്രിപ്റ്റിംഗ് ആണ്, ഭയങ്കര നാച്ചുറലിസ്റ്റിക് അഭിനയമാണ്. അപ്പം നമ്മൾ ഡബ്ബിങ്ങിന് മാത്രം എന്തിനാണ് നമ്മൾ ഡ്രാമ പിടിക്കണം? പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഡബ് ചെയ്യുന്നത്, ഇരട്ടിക്ക് ഡബ് ചെയ്യും. പുള്ളിക്കാരൻ്റെ 50% വോയിസ് ആണ്, ആ മോഡുലേഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ അതുകൊണ്ടാണ് പുള്ളി അഭിനയിക്കുന്ന എല്ലാ ഭാഷയിലും പുള്ളി തന്നെ പോയി ഡബ് ചെയ്യുന്നത്. പുള്ളി വേറെ ആരെയും കൊണ്ട് ചെയ്യിക്കാറില്ല. ദുൽഖറും അങ്ങനെയാണ്. പുള്ളിക്കാരൻ എല്ലാം പഠിച്ച്, അത് വോയിസ് ഒരു വലിയ സംഭവമാണ്. നമ്മുടെ അതൊരു ബെഞ്ച് മാർക്കാണ്. ശബ്ദം ഇപ്പം യഷിനൊരു വോയിസ് ഉണ്ട്, ബെഞ്ച് മാർക്കാണ്. വിജയ് ദേവർകൊണ്ടയ്ക്ക് ഒരു വോയിസ് ഉണ്ട്, ബെഞ്ച് മാർക്കാണ്. അവരത് ബാഹുബലി പ്രഭാസിൻ്റെ വോയിസ്, അത് ആ വോയിസ് ഇവിടെ പിടിക്കുന്നുണ്ട്. ഇപ്പം അല്ലു അർജുൻ എങ്ങനെ അല്ലു അർജുനായി? ജിസ് ജോയ് ചേട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അല്ലു അർജുൻ്റെ ഒറിജിനൽ ഇൻ്റർവ്യൂ ഒക്കെ പോയി കണ്ടിട്ട്
Sound അപ്പൊ ഇതല്ലേ ശബ്ദം ശബ്ദം. എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ശബ്ദം ഒരു ബെഞ്ച് മാർക്കാണ്. ഇത് ശരിക്കും റെക്കഗ്നീഷൻ കിട്ടേണ്ട ഒരു ഫീൽഡാണ് ഡബിങ് ഇൻഡസ്ട്രി. ഞാനിപ്പോൾ ഒരു ഡബിങ് ഡയറക്ടറാണെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല അത് എന്താണ് പണിയെന്ന്. ഇപ്പോൾ ഈ പടം വരുന്നു, എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ റീച്ച് ആവുന്ന കണ്ടിട്ട് അപ്പം നീ ഇതാണോ നിൻ്റെ ജോലി ഇപ്പോഴാണ് ചോദിക്കണേ. 8-9 വർഷമായിട്ടും എൻ്റെ അടുത്ത് ഇപ്പോഴാണ് ചോദിക്കണേ, നീ ഇതാണ് ചെയ്യണേ. ഇപ്പോഴും എൻ്റെ അടുത്ത് ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഏത് സിനിമയിലാണ് ഡബ് ചെയ്തേ, നീ ഏതിലാണ് ഡബ് ചെയ്തേ? ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, ഞാൻ ഡയറക്ടറാണ്, ഞാൻ ഡബ് ചെയ്യില്ല. ഡബിങ്ങിന് ഒരു ഡയറക്ടർ ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നില്ല. അവരുടെ വിചാരം ഡബിങ് എന്ന് പറഞ്ഞാൽ ഡബ് ചെയ്യുന്ന ആൾ, അതെ ഡബ് ചെയ്യുന്ന ആൾ. എൻ്റെ അനിയൻ പോലും നീ ഡബ് ചെയ്യുന്നല്ലേ, അല്ല ഞാൻ ഡബിങ് ഡയറക്ടറാണ്. അവന് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നീ വലിയ ആളാണല്ലേ, എന്നിട്ടെന്താ നമ്മളിന്ന് വിളിക്കാത്തേ? അവര് നമ്മൾ ശരിക്കും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആരും അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ആരും മനസ്സിലാക്കില്ല. ആക്ടേഴ്സിന് പ്രിഫറൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറയണ ഈ യഷിന് ഇന്ന ആള് തമിഴിൽ ചെയ്യണം, ഇന്ന ആള് മലയാളത്തിൽ ചെയ്യണം, അങ്ങനെ പ്രിഫറൻസ് ഉണ്ടോ? ആക്ടേഴ്സ് ഇപ്പോൾ വിജയ് ദേവരകൊണ്ടയ്ക്ക് പ്രിഫറൻസ് ഉണ്ട്. പുള്ളിയുടെ മലയാളം പുള്ളി ഇത് ഇന്ന ആള് ചെയ്തു, അപ്പോൾ ഇന്ന ആള് ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലു അർജുന് ഉണ്ട്, ജിത്തു ചേട്ടൻ തന്നെ ചെയ്യണം. പക്ഷേ യഷിനൊന്നും അങ്ങനത്തെ സാധനമൊന്നുമില്ല. എൻ്റെ വോയിസ് ആര് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നൊരു സാധനം. പക്ഷേ ഒരുവിധം മലയാളത്തിൽ ക്ലച്ച് പിടിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലേ, അല്ലു അർജുനെ പോലെയുള്ളവർ, അവർക്കൊക്കെ പുള്ളി അവരുടെ വോയിസ് എന്താണോ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. അവർക്ക് ഇവിടെ നല്ല ഫാൻ ബേസ് ഉണ്ടല്ലോ, അങ്ങനത്തെ അത് തന്നെ വേണം എന്ന് തന്നെ ഷാട്ടിയുള്ളവരുണ്ട്. ഇത് ആളെ തന്നെ വിളിച്ചോ, അതിന് എന്തിനാ മാറ്റണേ, വേറെ ടെസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നവരുണ്ട്. പ്രിഫറൻസ് ഉണ്ട്. പിന്നെ ഈ ഹൾക്ക് ചെയ്ത ചേട്ടൻ ഇതിനു മുന്നേയും വേറെ 1-2 പടത്തിൽ ഈ പുള്ളിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയെ തന്നെ വിളിച്ചത്. നമുക്കപ്പോൾ പ്രത്യേകിച്ച് ആളെ പറഞ്ഞു കൊടുക്കണ്ട, എന്താണ് ഇടേണ്ടതെന്ന് പറയണ്ട, ഓൾറെഡി ചെയ്തതാണ്. അതാണ് ഈ പ്രിഫറൻസ് ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഗുണം. ഓൾറെഡി അവർക്കറിയാം ഈ ആർട്ടിസ്റ്റിന് ഇതാണ് ബേസ്, ഇതാണ് അവരുടെ ഒരു മീറ്റർ, നമ്മൾ ഇത് തന്നെ പിടിച്ചാൽ മതി. അവർക്ക് ഓൾറെഡി അറിയായിരിക്കും. ഇപ്പം ഹൾക്കിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചേട്ടന് പറഞ്ഞു കൊടുക്കണ്ട, ഇട്ടോ പോട്ടെ പോവാം, നമുക്ക് ഒരു തവണ കേൾക്കുക, നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കുക, പുള്ളി അത് വളരെ കൃത്യമായിട്ട് ചെയ്തു തരും. ഇപ്പോൾ ഈ റെക്കഗ്നൈസേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഈയിടെ മറ്റേ നമ്മുടെ മോഹൻലാലിൻ്റെ മോൾ വിസ്മയ മോഹൻലാൽ പുതിയ തുടക്കം എന്ന് പറയുന്ന മൂവി, ആ മൂവിയിലെ ഇൻ്റർവ്യൂസ് ഇപ്പോൾ വന്നപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എനിക്ക് ഡബ് ചെയ്തത് ആദിലക്ഷ്മി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണെന്ന്. അതിനെ പറ്റിയിട്ട് നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു നടി പറയുന്നത് അവർക്ക് വോയിസ് കൊടുത്ത കാര്യമൊക്കെ. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതൊരു വലിയ കാര്യമാണ്. പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊന്നും പറയത്തില്ലായിരുന്നു. ഈ ആർട്ടിസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്ന് പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ അങ്ങനെ പറയുമായിരുന്നു, ഞാനാണത് ചെയ്തത്. ഇപ്പോഴത്തെ ജനറേഷൻ അതൊരു വലിയൊരു നല്ല കാര്യമാണ്. അവരെല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് വേണ്ടി ഇന്നയാൾ ഇന്നത് ചെയ്തു എന്ന് പറയാനുള്ള മനസ്സ് ഉണ്ടാവുന്നത് അത് ഈ നമ്മുടെ ഈ ഫീൽഡിന് ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറയാം. അറിയുന്നില്ല, റെക്കഗ്നീഷൻ ഇല്ല എന്നുള്ളതിന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു അവർ തിരിച്ച് നമുക്ക് തരുന്നതാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ആർട്ടിസ്റ്റ് ഇപ്പം സ്ട്രൈറ്റ് പടങ്ങളിൽ അവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അവർ സ്ക്രീനിൽ വരുമ്പോൾ അവരുടെ സ്ക്രീൻ പ്രസൻസ് മാത്രമല്ല, അവരുടെ ശബ്ദത്തിനൊരു വലിയ സംഭവമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അജിത്തിനും നസ്ലിൻ ചെയ്ത എങ്ങനെ ഉണ്ടാവും, അതുപോലെ നമ്മൾ അത്രയും നോക്കിയും കണ്ടുമൊക്കെയാണ് അത് ചെയ്യിക്കുന്നത്. പുള്ളിക്കാരി അത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റിന് അതൊരു റെക്കഗ്നീഷനാണ്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് വിസ്മയ ഇനി ശരിക്കും സ്വന്തം വോയിസിൽ ഡബ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ആദിലക്ഷ്മി ഇൻഡസ്ട്രിയിൽ സെറ്റാവും. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ഈ സ്ലാങ് പിടിക്കുന്ന പരിപാടി ഇപ്പോൾ ഉണ്ട്. ഇപ്പം നസ്ലനാണെങ്കിലും സൗബിൻ ഷാഹറിനാണെങ്കിലും സ്ലാങ് ഉണ്ട്, അത് മാറ്റുന്നില്ല എന്ന് അതൊരു നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. പല പടങ്ങളിലും ഒരേ സ്ലാങ് തന്നെ പിടിച്ച് പോകും. അതേ കഥ തന്നെയാണ് അവർക്ക് പോകുന്നത്. അവർ സ്ലാങ് മാറ്റി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യും. നമ്മൾ എന്ത് പണിയെടുത്താലും ആ പണിയിൽ മാസ്റ്ററാവുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും മെയിൻ. അവർ ചെയ്യും. അവർക്ക് വരുന്ന കഥകൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവരൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നത്. സൗബിൻ ചേട്ടനോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ സംസാരിക്കും. അവർ ആ സ്ലാങ്ങിൽ അല്ലാണ്ട് പുള്ളിക്കാരൻ തിരുവനന്തപുരം സ്ലാങ് പറയാൻ പറ്റും. ഇവർക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ കഥകൾ അവർക്ക് അവരുടെ ഒരു ബെഞ്ച് മാർക്ക് ഇന്നതുപോലെയാണ് അവർക്ക് പിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർ പിടിക്കുന്നതാണ്. നമ്മളങ്ങനെയല്ല, നമുക്കൊക്കെ എന്ത് വന്നാലും നമ്മളെല്ലാം പിടിക്കും. ഈ ഫീൽഡ്
നമുക്ക് എല്ലാം ചെയ്യുന്നവർക്കേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഫീൽഡാണെങ്കിൽ എല്ലാം ചെയ്യണം. ഇത് വേണ്ട, ഞാനിങ്ങനെയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നുള്ളവർ പഠിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ പോയാൽ മതി. ഇപ്പോൾ ഈ മറ്റ് വർക്കുകൾ ഏതൊക്കെയാണ്? അതൊക്കെ എല്ലാവർക്കും അറിയാനായിട്ടൊരു ആകാംക്ഷയാണ്. ഇപ്പം ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഏതൊക്കെ വർക്കുകളാണ്? ഡ്യൂണ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് ഗൺ മേവറിക് ചെയ്തിട്ടുണ്ട്, പിന്നെ ആൻഡ്മാൻ വാസ്പ് കോണ്ടുമാനിയ അത് ചെയ്തിട്ടുണ്ട്, കാർട്ടൂൺസ് കുറേ ചെയ്തിട്ടുണ്ട്. CNN കാണുന്ന ഒരുവിധം മലയാളം വരുന്നൊക്കെ ബെൻടൺ, പിന്നെ മിസ്റ്റർ ബീൻ്റെ മലയാളം, പിന്നെ വി ബെയർ ബേബീസ്, അതിൻ്റെ വി യങ് ബേബീസ്, അത് കുറേ കാർട്ടൂൺസ് ചെയ്തിട്ടുണ്ട്, മറന്നുപോയി. പിന്നെ ഈ സ്പൈഡർമാൻ്റെ എക്രോസ് സ്പൈഡർവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമേ മൂവി ഇറങ്ങിയിട്ടുണ്ടായി ഒരു 2 കൊല്ലം മുന്നേ. അത് ഞാനാണ് ചെയ്തത്. നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ വർക്കുകൾ പോലും അറിയത്തില്ല, ഓർമ്മയില്ല. നമ്മൾ ഇതിങ്ങനെ ചോദിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നില്ല, അതാണ് ഇതിലെ പോയിന്റ്. ഇത്രയും വർഷം നമ്മൾ വർക്ക് ചെയ്തു, നമ്മളെ വിളിക്കുന്നില്ല, നമ്മളിത് നമ്മുടെ ജോലി ചെയ്യുന്നു. ഡെയിലി ഇപ്പോൾ ദിവ്യ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വരുന്നു. ഞാൻ ഒരാഴ്ച മുന്നേ എന്ത് ഫുഡ് തിങ്കളാഴ്ച കഴിച്ചെന്ന് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവുമോ? ഇത് തന്നെയാണ് വിഷയം. നമ്മൾ കഴിക്കുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു. ഒരു 35 സിനിമയ്ക്ക് മേലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 10-12 കാർട്ടൂൺസ് ചെയ്തിട്ടുണ്ട്, ബെൻടൺ ഉൾപ്പെടെ. ബെൻടണൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് ആയതായിരുന്നു, ഒരുപാട് പേര് വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ബെൻടൺ. പിന്നെ സീരീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് ലാസ്റ്റ് ചെയ്തത് സോണി ലിവിന് വേണ്ടി ഒരു ജാസ് സിറ്റി, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ മഹാറാണി ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് പ്രൈമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് അതെങ്ങനെയായിരിക്കും അവരുടെ ഒരു? ഞങ്ങളുടെ കമ്പനി കൂടുതലും സോണി ആയിട്ടാണ് വെൻഡേഴ്സ് ആയിരുന്നത്. നേരത്തെ ഈ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഒക്കെ ഉണ്ടായിരുന്നു, വല്ലപ്പോഴൊക്കെ മാത്രമേ അവരിങ്ങനെ എടുക്കാറുള്ളൂ. QC കുറേ ഉണ്ടാവും ഇവർക്കൊക്കെ. നമ്മൾ QC എന്നൊരു പരിപാടിയുണ്ട്. ഈ സാധനം ചെയ്തയച്ച ശേഷം ക്വാളിറ്റി ചെക്ക് ഉണ്ട്. ഈ സാധനം തിരിച്ചു വന്നുകൊണ്ടിരിക്കും. മിസ്സ്, ഇല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ മാറിപ്പോയി, ഇല്ലെങ്കിൽ ഈ വോയിസ് മാറ്റണം, ഇല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം ഇങ്ങനെ തിരിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കും. ഈ നെറ്റ്ഫ്ലിക്സിനും പ്രൈമിനും ഒക്കെ നമ്മൾ നല്ല പണിയെടുക്കേണ്ടി വരും. അതിനേക്കാളും പണി ഈ തിയേറ്ററിക്കൽ മൂവീസാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിയേറ്ററിക്കൽ മൂവീസിന് ഭയങ്കരമായിട്ട് പണിയെടുക്കേണ്ടി വരും. ഈ സിനിമ, ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, ശരിക്കും ഒരു പടം തന്ന് എനിക്കൊരു 15 ദിവസത്തിൽ ഞാൻ ഡബ്ബ് ഫുള്ള് തീർത്തു. എനിക്ക് ഫസ്റ്റ് വന്ന വീഡിയോ വേർഷൻ ഡിയിൽ A ആയിരുന്നു എനിക്ക് വന്ന വീഡിയോ. ഞാൻ ഡബ്ബ് തീർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വേർഷൻ E വന്നു, F വന്നു, G വന്നു, I വന്നു, O വന്നു. ഈ അവസാന നിമിഷം വരെ, പടം ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ വരെയും പുതിയ വേർഷൻ വരിക. അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടാവും, എഡിറ്റ് ഫൈനലായിട്ടുണ്ടാവില്ല, CG ഫൈനലായിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ അവരെന്തെങ്കിലും ആഡ് ചെയ്യും. ഒരു വിളിയൊക്കെ ആയിരിക്കും, ഹേന്നോ എന്തെങ്കിലും സ്പൈഡർമാൻ ഇത് വലയിൽ തൂങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ഒക്കെ വിളിച്ചിട്ട് പിന്നെയും എക്സ്ട്രാ വരുന്ന സാധനങ്ങളാണ്, നമ്മളത് പിന്നെയും ഡബ് ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, സിങ്ക് ചെയ്തുകൊണ്ടേ. പുതിയ വീഡിയോസ് വരുമ്പോൾ നമ്മൾ ഇത്രയും ഡബ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇതിൽ സിങ്ക് ചെയ്യണം. ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ നേരത്തെ ചെയ്ത് വെച്ച മൊത്തം പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ സിങ്ക് ചെയ്യണം. ഈ സിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്, കുറച്ച് സമയം ഇരിക്കണം. ഇത്രയും സാധനങ്ങൾ സിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് പണിയുള്ള പരിപാടി. നമ്മൾ നല്ല പണിയെടുക്കേണ്ടി വരും, ഉറക്കം പോലും ഇല്ലാണ്ട്. നല്ല പരിപാടിയാണ്, ഭയങ്കര വിഷയമാണ്. എളുപ്പ പണിയാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് എളുപ്പ പണിയാണെന്നൊന്നും വിചാരിക്കരുത്, നല്ല ബുദ്ധിമുട്ടാണ്. സൗണ്ട് എഞ്ചിനീയർ എന്നൊരു സാധനമുണ്ട്, എനിക്കത് അറിയാം. ഞാൻ സൗണ്ട് എഞ്ചിനീയർ കൂടിയാണ്. എൻ്റെ വർക്കിൻ്റെ സൗണ്ട് എഞ്ചിനീയറിങ്, ഡബ്ബിംഗ് ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയല്ല. സൗണ്ട് എഞ്ചിനീയർ എന്നൊരു ഇതുണ്ട്. അവർ എഞ്ചിനീയേഴ്സ് ആണ് ഇതിൻ്റെ മൊത്തം പരിപാടികൾ എല്ലാം നോക്കി വയ്ക്കുന്നത്. ഒരു ഡബ്ബിംഗ് ഡയറക്ടർ സാധാരണ ഈ കസേരയിൽ ഇപ്പുറത്തിരുന്ന് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുത്താൽ മതി, മോഡുലേഷൻ പറഞ്ഞു കൊടുക്കുക, ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. ഈ സാധനം മൊത്തം ചെയ്തിടുന്നത് സൗണ്ട് എഞ്ചിനീയറാണ്. ഞാൻ ഇതെല്ലാം ചെയ്യും, എനിക്ക് ക്ഷമ കുറവാണ്. അപ്പോൾ എൻ്റെ എഞ്ചിനീയർ ആദ്യമൊക്കെ, ഇപ്പോഴൊക്കെ ഓക്കെയാണ്, ആയിരുന്ന സമയത്ത് ഈ എഞ്ചിനീയർ സ്ലോ ആയിട്ട് പതുക്കെ എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതെന്താ ഇത്ര പതുക്കെ എടുക്കണേ, കുറച്ചുകൂടെ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പതുക്കെ എടുത്താലേ സാധനങ്ങൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അവർ പറയുന്ന മൊത്തവും കിട്ടണ്ടേ. ഇപ്പം ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോൾ ഒരു QC വരുവാണെങ്കിൽ ഇന്ന റീലിൽ ഇന്ന ടൈം കോഡെന്ന് പറയുമ്പോൾ എനിക്കറിയാം അതിൻ്റെ സ്ഥലത്ത് എന്ത് ഡയലോഗാണ് പറഞ്ഞേക്കുന്നത് എന്നെനിക്ക് ഭയങ്കര കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും. എല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഞാൻ വേറൊരാൾ ഇതിൻ്റെ ഇടയിൽ ഇടപെടുന്നില്ല. അപ്പോൾ വേറൊരാൾക്ക് അതിൻ്റെ ഒരു QCയിലൊരു
തെറ്റ് വന്നാൽ മനസ്സിലാവില്ല, എനിക്കേ മനസ്സിലാവും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട് എൻ്റെ എൻജിനീയേഴ്സ്. ഞാൻ ടീം മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ റിച്ചാർഡ് എൻ്റെ എൻജിനീയർ, സ്ഥിരം എൻജിനീയറാണ്. അവനാണ് എൻ്റെ എല്ലാ പരിപാടിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സൗണ്ട് എൻജിനീയർമാർക്ക് നല്ല ക്ഷമ വേണം, ഭയങ്കര ക്ഷമ വേണം. ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇപ്പോൾ 1 ടേക്ക് 2 ടേക്ക് 3 ടേക്കിലൊന്നും ഒരു ഡയലോഗ് കിട്ടിയെന്നില്ല. നമുക്കിങ്ങനെ ഇത്ര ഉള്ളൊരു ഡയലോഗായിരിക്കും. അവർ ഇംഗ്ലീഷിൽ അവർ സിങ് സൗണ്ടാണ്, ഒറ്റയടിക്കങ്ങ് പറഞ്ഞു തീർത്ത ഒരു വലിയ കഥ മൊത്തം. നമ്മളിനി ഇത് മൊത്തം മലയാളത്തിലാക്കി ആ മീറ്ററിൽ കൊണ്ട് പിടിച്ചിടണം. എല്ലാ ആർട്ടിസ്റ്റിനും നാവ് വഴങ്ങൂല, വളരെ നല്ല വോയിസ് ആയിരിക്കും. ഇത്രയും സാധനങ്ങൾ ഒറ്റ ടേക്കിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ലിപ്പായിരിക്കും. ലിപ്പിൽ ക്ലോസ് കാണുന്ന സാധനം കൃത്യമായിട്ട് പറഞ്ഞിടേണ്ടി വരും. അതൊരു 5, 6, 7, 8 തവണ ആകുമ്പോഴേ ആ ഒരു ഫ്ലോ കിട്ടും. ഇത്രയും ഡയലോഗ് ഓർത്തിരിക്കുള്ളൂ, ഒറ്റയടിക്ക് പറയുള്ളൂ, ഫ്ലോ കിട്ടും. അത്രയും ടേക്ക് എടുക്കണമെങ്കിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആരാണ്? ഏറ്റവും മികച്ചതെന്ന് തോന്നിയിട്ടുള്ളത്, ഏറ്റവും ചെയ്തത് വർക്കിൽ ഇത് ചെയ്ത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി, ഈ ആളെ വിളിച്ചത് കൊണ്ട് അത് നല്ല അപ്രിസിയേഷൻ കിട്ടി എന്ന് തോന്നിയിട്ടുള്ള വർക്ക്? എല്ലാ വർക്കിലും അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. എൻ്റെ ആവുമ്പോൾ നമ്മളിരുന്നിട്ട് കാണുമ്പോൾ ഓക്കെ നല്ലതാണ് എന്ന് തോന്നാറുണ്ട്. ജാസ് സിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്തപ്പോൾ അതിൽ നായകന് ചെയ്ത അഖിൽ ചേട്ടൻ എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ബൈസൺ ചെയ്തപ്പോൾ പശുപതിയുടെ ക്യാരക്ടർ ചെയ്ത വിനോദേട്ടൻ, അതിൽ ഭയങ്കര നല്ല, ആ പടം കണ്ടതാണെങ്കിൽ മനസ്സിലാവും. പശുപതി ഭയങ്കര അഭിനയം, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടാണ് ഡയലോഗ് ഡെലിവറി ഒക്കെ. അത് ആ ഒരു ലാംഗ്വേജിൽ അത് ചെയ്ത വിനോദേട്ടൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ ബീനായിട്ട് മലയാളം ചെയ്തത് ഹരികൃഷ്ണൻ ചേട്ടൻ, പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്കിൽ ജീൻ ഗ്രേക്ക് ചെയ്ത നയൻതാര, എനിക്ക് ഈ വർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നയൻതാരയുടെ വോയിസ് ആയിരുന്നു. എനിക്ക് വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയത് പുള്ളിക്കാരിയുടെ വോയിസ്. ബാക്കി എല്ലാവരുടെയും വോയിസുകൾ അറിയാമായിരുന്നു, ഇവരൊക്കെ വോയിസ് ഇങ്ങനെയാണ്. ഇപ്പോൾ MJ ചെയ്ത അജന്യ, എലീനയ്ക്ക് ചെയ്ത അരുണിമ, ഇവരൊക്കെ എനിക്ക് വോയിസുകൾ അറിയാമായിരുന്നു. പക്ഷേ ഈ നയൻതാരയുടെ വോയിസിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. പെട്ടെന്ന് ഞാൻ ടെസ്റ്റിന് വേണ്ടി വിളിച്ചതാണ്. 3-4 പേര് വന്ന് ചെയ്തിട്ട് പുള്ളിക്കാരി വന്ന 2 ഡയലോഗ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. വളരെ നന്നായിട്ട് മോഡുലേറ്റ് ചെയ്ത് നയൻതാരയുടെ വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജീൻ ഗ്രേക്ക് ചെയ്ത നല്ല സാറ്റിസ്ഫൈങ് വോയിസ് ആയിരുന്നു ആളുടേത്. അപ്പം അതിൽ അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ്. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ എൻ്റെ വർക്ക് പോരാ, ഇത് ഇനിയും കുറച്ചും കൂടി ചെയ്യണം. ഞാൻ ചെയ്തതിൽ എനിക്ക് ടോപ്പ് ഗൺ മേവറിക്ക് എനിക്ക് തീരെ ഇപ്പോൾ എനിക്ക് കിട്ടിയ വളരെ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യത്തെ 4-5 കൊല്ലം മുന്നേ എറണാകുളത്ത് വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ എറണാകുളത്ത് ചെയ്യുന്നവർക്ക് ടോപ്പ് ഗൺ ആയിരുന്നു. അത് എനിക്ക് ആർട്ടിസ്റ്റുകൾ അറിയില്ല. ഞാൻ ട്രിവാൻഡ്രം ആണ് എൻ്റെ സ്ഥലം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്താണ് 4 കൊല്ലമായിട്ട്. പെട്ടെന്നാണ് കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇനിയുള്ള വർക്കുകൾ മൊത്തം ഇവിടെ ചെയ്യേണ്ടി വരും. ഇപ്പം നിനക്കൊരു വർക്ക് അയക്കുവാണ്, 10 ദിവസത്തിൽ വർക്കിൻ്റെ ഔട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, കണ്ടന്റ് കണ്ടു, ടോപ്പ് ഗൺ ആണ്, പടമൊക്കെ കണ്ടു. എനിക്ക് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെ ആരും അറിയില്ല. ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ട് എൻ്റെ സ്റ്റേ പോലും പ്രോപ്പറായിട്ടില്ലെന്ന്. നാളെ എനിക്ക് വർക്ക് തുടങ്ങണമല്ലോ. ഞാനപ്പോൾ പെട്ടെന്ന് ആ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയ നമ്പറുകളൊക്കെ വെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ച് ആ കിട്ടിയ ഒരു സമയത്ത് ആർട്ടിസ്റ്റുകളെ വെച്ച് ഞാനത് ചെയ്തു വിട്ടു. ഇപ്പം എനിക്കത് പ്രൈമിലെടുത്തത് കാണുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെയാണോ അത് ചെയ്ത് വിട്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ പടം എനിക്ക് ഒന്നുകൂടെ കിട്ടിയാൽ ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് ചെയ്യുന്നത് ടോപ്പ് ഗൺ ആയിരിക്കും. ബാക്കിയൊന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല, വേഴ്സ്റ്റായിട്ട് തോന്നിയില്ല. ഇതെനിക്ക് വേഴ്സ്റ്റ് എന്നല്ല, നന്നാക്കായിരുന്നു, കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. എൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും. ഈ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ഞാനും ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ഡയലോഗ്സ് വരിക എന്നുള്ളത്. ഞാൻ നല്ല കമ്പനിയാണ്, നമുക്ക് നന്നായിട്ട് ആർട്ടിസ്റ്റ് ഞാൻ നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഡയലോഗ് ഫ്ലോ വരും. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ആ ചേട്ടാ അതങ്ങനെ എടുത്തോ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയുന്നു അത് പുള്ളി എടുത്തു തരും. പുള്ളിയുടേതായിട്ട് അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. ആ ഒരു കോൺട്രിബ്യൂഷൻ വേണം. പുള്ളിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ അത് അവൾ പറയുന്നില്ലേ, എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നൊരു ആർട്ടിസ്റ്റ് വിചാരിച്ചാൽ അത് തന്നെ പറയുള്ളൂ. ഇപ്പം ഞാൻ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഇപ്പം ഒരു ഡബ്ബിങ് മേഖല താല്പര്യമുള്ള ഒരാൾ എങ്ങനെയായിരിക്കും സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്? ഡബ്ബിങ്ങിന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോകളുണ്ടല്ലോ, ഡബ്ബിങ് സ്റ്റുഡിയോസിൽ നേരിട്ട് ചെല്ലുക, നമ്പർ കൊടുക്കുക. 1 തവണ 2 തവണ നമ്പർ കൊടുത്ത് അവർ വിളിക്കൊന്നുമില്ല. ആവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവർ പെട്ടെന്നൊന്നും വിളിക്കില്ല. ഇതിന് നമ്മൾ പുറകെ നടക്കണം, എഫേർട്ട് ഇടണം, നമ്മൾ പുറകെ നടക്കണം.
അവരെ വിളിക്കണം, ചേട്ടാ വോയിസ് ടെസ്റ്റ് ഉണ്ടോ, ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ, ടെസ്റ്റ് ചെയ്തോട്ടെ. വോയിസ് എവിടെയെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട, ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ വർക്ക് വരും, ഒരു ഫ്ലോ ഉണ്ടാവും വർക്കിന്. ആദ്യം അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം എടുക്കും, ഒരു സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ പുറകെ നടക്കണം. ഇതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പുറകെ നടക്കണം. പിന്നെ നമ്മുടെ വോയിസ് നന്നാക്കണം. എൻ്റെ വോയിസ് ഓക്കെയാണ്, എനിക്കിപ്പോൾ തന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആവാം എന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്നത് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇതും പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നത് കാശ് കൊടുത്ത് ഒരിടത്ത് പോയിരുന്ന് പഠിക്കണം എന്നല്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ പഠിക്കരുത് എന്നല്ല പറയണേ. അങ്ങനെ മാത്രം പഠിച്ചാലും പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മലയാളം അക്ഷരസ്ഫുടത വളരെ അത്യാവശ്യമാണ് ഡബിങ് ആർട്ടിസ്റ്റിന്. നന്നായിട്ട് മലയാളം പുസ്തകങ്ങളുണ്ടല്ലോ, നന്നായിട്ട് വായിക്കണം, ഉറക്കെ തന്നെ വായിക്കണം. എല്ലാ വാക്കുകളും നമ്മളെ കൊണ്ട് വായിച്ച് അത് പറ്റും എന്നാക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ തോന്നാം എന്നാൽ പിന്നെ ഇത്രയും വായിച്ചിട്ട് അങ്ങ് വിടും. അല്ല, അത് പിന്നെ ഇരുന്ന് ഉറക്കെ വായിക്കണം. എല്ലാ സിനിമകളും, നമ്മൾ കാണുന്ന സിനിമകളിലെ എല്ലാം നമ്മൾ തിയേറ്ററിൽ പോയി കാണണം. അവരെങ്ങനെയാണ് ഡയലോഗ് പറഞ്ഞേക്കുന്നത് എന്ന്. പിന്നെ ഇങ്ങനെ വരുന്ന പടങ്ങൾ, ഡബ്ഡ് മൂവീസ് ഉണ്ടാവും, അതൊക്കെ കാണണം. എല്ലാം കാണുന്ന നമ്മൾ ഇതെല്ലാം ഒബ്സർവേഷൻ വേണം. അതിലാണ് ഇവരെങ്ങനെയാണ് ഡബ് ചെയ്തേക്കുന്നത്, ഈ ഡയലോഗ് ഇന്ന ആൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൈലിലോട്ട് മാറ്റാം. ഓരോ ഇമോഷൻസ് വർക്കൗട്ട് ആവുന്നത് ഇതൊക്കെ ഇരുന്ന് കണ്ടൊക്കെ പഠിച്ചെടുക്കണം. അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് ഒരു സാറ് വന്നിരുന്ന് ബോർഡിൽ എഴുതി പഠിപ്പിച്ചാൽ പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഡബിങ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇരുന്ന് കണ്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട സാധനം തന്നെയാണ് ഡബിങ്. ഈ സ്പൈഡർമാൻ അത് കണ്ടപ്പോഴത്തേക്കിന് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കണ്ട് ഇപ്പം അപ്രിസിയേഷൻ ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്താ തോന്നുന്നത് അതിനെ പറ്റിയിട്ട്? ഞാനിതിൽ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആയിപ്പോയി, നമ്മളൊന്നും ആരും അറിയുന്നില്ല. എന്നെന്നല്ല, ഇവിടെ ഡബിങ് ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്, വളരെ നല്ല പടങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, അറിയുന്നില്ല. 1 or 2 മൂവീസ് ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഈ KGF, ഈ കാന്താര, ഇതൊക്കെയാണ് നിങ്ങൾ എടുത്ത് കാണുന്നത്. കൂടുതലും ഇംഗ്ലീഷ് പടങ്ങൾ ഇംഗ്ലീഷിൽ കാണാൻ തന്നെയാണ് എല്ലാവരുടെയും താല്പര്യം. ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മളിത് ഒരു പണിയായിട്ട് എടുക്കുമ്പോഴാണ്, നമുക്ക് വർക്കാവുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരും അധികം കാണാൻ ഇഷ്ടപ്പെടില്ല. ഒരുപാട് പേര് വേറെ ഭാഷകൾ അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഈവൻ തമിഴ് പോലും, നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ് പോലും തമിഴ് പോലും ഇവിടെ ഉള്ളവർക്ക് അധികം പേർക്ക് അറിയാത്തവർ കാണുന്നുണ്ട്. അവർ പോലും ഇത് പറയുന്നില്ല, ഇത് നന്നായിട്ടുണ്ടെന്ന് ഒരാൾ പോലും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ സ്പൈഡർമാൻ വന്നപ്പോൾ ഒരുപാട് പേര് ട്രെയിലർ വന്നപ്പോൾ നല്ലതാണ്, ട്രെയിലർ അടിപൊളിയാണ്, മലയാളം ഡബിങ് ആണെന്ന് തോന്നുന്നില്ല, ഫയർ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ മുന്നേ നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഞാൻ ഇതിൽ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അന്നാരും വിളിച്ചില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. പിന്നെ എല്ലാത്തിനും സമയമുണ്ട്, അത് വേറെ. വിഷമമുണ്ട്, നല്ല വർക്കുകൾ ചെയ്തപ്പോഴൊന്നും ആരും ചോദിച്ചില്ലല്ലോ. ഇത് നല്ല വർക്കാണ്, ഇതിൽ എഫേർട്ട് ഇട്ട് ഒരുപാട് സമയം ഇരുന്ന വർക്കുകൾ ചെയ്തു. ഞാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് ഞാൻ ശരിക്കും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് പടം ചെയ്തത്. ആ പടം തീർന്ന് 2 മാസത്തേക്ക് ഞാൻ വേറെ വർക്ക് പോലും ചെയ്തിട്ടില്ല. അത്ര ഇരുന്നിട്ടുണ്ട് ആ വർക്കിന് വേണ്ടി, ഉറങ്ങിയിട്ട് പോലുമില്ല എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അന്നൊന്നും നമ്മളാരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആ പടം തിയേറ്ററിൽ ആൾക്കാരധികം കണ്ടിട്ടില്ല മലയാളം. അത് തിയേറ്റർ മൂവിയായിരുന്നു, കുറവാണത് കാണാൻ. ഒരുപാട് പേര് കണ്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടവരൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒരു പടം വന്നപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരും വിളിക്കുന്നതിലും പറയുന്നതിലും ഈ പണി നമ്മൾ ചെയ്യുന്നതിൽ ആൾക്കാർ മനസ്സിലാക്കുന്നതിലും ഇതിന് ഇത്രയും സാധ്യതയുണ്ടെന്ന് അടുത്തൊരു തലമുറ മനസ്സിലാക്കിയെടുക്കുന്നതിലൊക്കെ സന്തോഷമുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്കൊക്കെ വരാൻ പറ്റിയ മേഖലയാണ് ഡബിങ് എന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് സിനിമ ഇപ്പം എന്താണെങ്കിലും, ഡയറക്ഷൻ ആവണമെങ്കിലോ ഡയറക്ടറായിട്ടോ സ്ക്രിപ്റ്റ് എഴുതാനോ അഭിനയിക്കാനോ ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടും. ഈ ഒരു മേഖലയിൽ വന്നാൽ എനിക്ക് അഭിനയിക്കണം എന്ന് ഒരു താല്പര്യമില്ല, പക്ഷെ എന്നെ ഒരുപാട് പേര് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നല്ലേ, നമുക്ക് ക്യാമറ ഭയങ്കര പേടിയാണ്, നമുക്ക് ക്യാമറയ്ക്ക് പുറകിൽ ഇരുന്നുള്ള പരിപാടിയൊക്കെ പറ്റുള്ളൂ. എന്നെ അഭിനയിക്കാനായിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യമില്ലെങ്കിലും നമുക്ക് കിട്ടും. ഡബിങ് അങ്ങനെ ഒരു നമുക്ക് AD ആവാം, അസോസിയേറ്റ് ചെയ്യാം, അസിസ്റ്റ് ചെയ്യാം. ഈ സിനിമയിലുള്ള ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടും. നമുക്ക് അതുവഴി പിടിച്ചു കയറാൻ പറ്റുന്നവർക്ക് ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നവരാണ്, ഒരുപാട് പേര് ഡയറക്ടർ നടക്കുന്നവരാണ്, ADമാരുണ്ട്. എല്ലാവർക്കും പറ്റുന്നൊരു ഇതാണ്. RJമാർ ഒരുപാട് പേര് ഡബ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു മേഖലയാണ്. നമുക്ക് കഴിവുണ്ട്, നമുക്കത് ഇല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും.
എന്നൊക്കെ ഉറപ്പുള്ളവർക്ക്, കോൺഫിഡൻസ് ഉള്ളവർക്ക് വരാൻ പറ്റും. എന്താണെങ്കിലും മാം താങ്ക് യു സെല്ലുലോയിൻ്റെ ഈ എപ്പിസോഡിൽ വന്നതിന്. താങ്ക് യു എന്നെ വിളിച്ചതിന്. നിങ്ങൾ ഈ ടെക്നിക്കൽ സൈഡ് ആൾക്കാർ കുറച്ചുകൂടെ അറിയിക്കണം എന്ന് നിങ്ങൾക്കെങ്കിലും ഉണ്ടല്ലോ. അറിയട്ടെ. എപ്പോഴും ഈ പുറമേ കാണുന്നവർ മാത്രം അല്ല, സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ അധ്വാനമാണ്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പോഴാണ് അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നത്. വലിയ വലിയ നന്ദി നിങ്ങളുടെ അടുത്ത് വേണം പറയാൻ. ഇനി ഒരുപാട് റെക്കഗ്നൈസേഷൻ ഒക്കെ കിട്ടട്ടെ, അപ്രിസിയേഷൻ ഇതുപോലെ തന്നെ കിട്ടട്ടെ. അപ്രിസിയേഷൻ അല്ല, വർക്കുകൾ വരട്ടെ, എല്ലാവരും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റട്ടെ. ഈ അസ്പയറിംഗ് ആയിട്ടുള്ള സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളവരെയൊക്കെ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് വർക്കുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു.